ഞാൻ പല ക്ലയൻസിനെയും കാണുമ്പോൾ അവർ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റിൽ ആ ഒരു ഡിപ്പെൻഡ് പേഴ്സണാലിറ്റി ഒരു ട്രൈറ്റ് ഉണ്ടാവും അവർക്ക്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി കെയർ ടേക്കറിൻ്റെ നിന്നാണ്. നമ്മളുടെ മദറാണ്. മദറിന് കിട്ടിയിരിക്കുന്ന പാരന്റിങ് അതുപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിപ്പെൻഡഡ് ആക്കി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ആവാനും മതി. അവർ ഇമോഷണലി അവൈലബിൾ ആയിരിക്കില്ല പാരന്റ്സ്. പീപ്പിൾ പ്ലേസിംഗ് എന്ന് പറഞ്ഞില്ലേ, ഹൂ വി ആർ എന്നുള്ളത് എപ്പോഴും ഡൗട്ട് ആയിരിക്കും. പിള്ളേരായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ ഈ പാരൻസിൻ്റെ ഉള്ളിൽ കുറേ മോറൽ വാല്യൂ, റിലീജിയസ് വാല്യൂ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പാരന്റിങ് കിട്ടി, ഞാൻ കൊടുക്കുന്ന പാരന്റിങ് പോരാതെ വരുന്നുണ്ടോ, അങ്ങനെ ഒരു ടെൻഷൻ പലരിലും കാണുന്നുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ അതുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളാണല്ലോ റോൾ മോഡൽ. പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ ആക്ടിവിറ്റീസിലും ബിഹേവിയറിലൊക്കെ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ജനറേഷനായിട്ട് പാരൻസിന് കിട്ടിയ സാധനങ്ങൾ ഒരു അഡമൻറ്റ് ക്യാരക്ടർ എൻ്റെ കുട്ടിക്ക് കിട്ടിയിരിക്കണം. പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ വളരെ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഹായ്, ദിസ് ഇസ് ടീം മൈൻഡ് ലിയോ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് സൈക്കോളജിയിലെ കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാനും അതേപോലെ തന്നെ ഡിസോർഡേഴ്സും നിങ്ങളുടെ ലൈഫിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ മാം ഉണ്ട്, മാം ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദിസ്. ഞാൻ പല ക്ലയൻസിനെയും കാണുമ്പോൾ അവർ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസ് ആയിട്ട് റിലേറ്റഡ് ആണോ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതെ, അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റിൽ ആ ഒരു ഡിപ്പെൻഡ് പേഴ്സണാലിറ്റി ഒരു ട്രൈറ്റ് ഉണ്ടാവും അവർക്ക്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി കെയർ ടേക്കറിൻ്റെ നിന്നാണ്. പ്രൈമറി കെയർ ടേക്കർ ആരാണ്? നമ്മളുടെ മദറാണ്. അപ്പോൾ മദർ മദറിന് കിട്ടിയിരിക്കുന്ന പാരന്റിങ് അതുപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിപ്പെൻഡഡ് ആക്കി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ആവാനും മതി. ഇപ്പോൾ അതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. ഒരു ഡയാന എന്ന് പറഞ്ഞ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 1960 ആ പാരന്റിങ് സ്റ്റൈൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഈ അതോറിറ്റേറിയൻ എന്ന് പറയുന്ന സംഭവത്തിൽ അവർ ഇമോഷണലി അവൈലബിൾ ആയിരിക്കില്ല പാരൻസ്. ഡോമിനൻറ്റും കൺട്രോളിങ്ങും മാത്രമായിട്ട് അത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളിൽ ഭയങ്കര ഒബീഡിയൻ്റ് ആയിരിക്കും അവർ. പക്ഷേ പീപ്പിൾ പ്ലേസിംഗ് എന്ന് പറഞ്ഞില്ലേ, ഹൂ വി ആർ എന്നുള്ളത് എപ്പോഴും ഡൗട്ടായിരിക്കും. സൊസൈറ്റിക്ക് അനുസരിച്ച് കുറേയൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് ഇതുപോലെ നല്ലത് ഏതാ ചീത്ത ഏതാ ആൾക്കാരെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് റൈറ്റ് ആൻഡ് റോങ് എന്നുള്ളത് അറിയാതെ ഒരു പേഴ്സണാലിറ്റി തന്നെ ആരാണ് നമ്മളോട് കണക്റ്റഡ് ആയിട്ടുള്ളത്, അത് മേ ബി ദേ ക്യാൻ യൂസ് ഓർ മിസ്യൂസ്. ഓക്കെ, ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി തീർച്ചയായിട്ടും ശില്പി ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് നമ്മളുടെ പാരന്റിങ്ങിലും പിന്നെ നമ്മുടെ സോഷ്യൽ കൾച്ചർ അഡാപ്റ്റീവ്നെസ് ഉണ്ടാവും. അവരുടെ സ്കൂൾസ് ആ ഒരു സിനാരിയോസ് ഒന്നും കൂടിയാണ് ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി കിട്ടുന്നത്. ഈ മോഡേൺ പാരൻറ്ഹുഡിൽ വരുന്നത് അവർക്ക് സമയം കിട്ടുന്നില്ല, പിള്ളേരായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ ഈ പാരൻസിൻ്റെ ഉള്ളിൽ കുറേ മോറൽ വാല്യൂ, റിലീജിയസ് വാല്യൂ ഇതൊക്കെ ഉണ്ട്. നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ഉള്ളിൽ കുറേ വാല്യൂസ് ഉണ്ട്. പക്ഷേ ഇത് സമയത്തിൻ്റെ പരിമിതി കാരണമായിരിക്കാം കുട്ടികൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പാരൻറ്റിങ് കിട്ടി, ഞാൻ കൊടുക്കുന്ന പാരൻറ്റിങ് പോരാതെ വരുന്നുണ്ടോ, അങ്ങനെ ഒരു ടെൻഷൻ പലരിലും കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ മാമിൻ്റെ അഭിപ്രായം? ഇതിപ്പം പാരൻസ് ഈ മോറലും റിലീജിയൻ സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല, അത് കണ്ട് കുട്ടികൾ പഠിച്ചോളോ അതോ പറഞ്ഞു കൊടുക്കാത്തത് ഒരു പ്രശ്നമാണോ എന്ന്? ഉണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ അതുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളാണല്ലോ റോൾ മോഡൽസ്. പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ ആക്ടിവിറ്റീസിലും ബിഹേവിയറിലൊക്കെ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ എല്ലാ സാറ്റർഡേയിലും ഇപ്പോൾ എന്താ പറയുക, ആ അമ്മ എല്ലാ സൺഡേയിലും പോകുന്നുണ്ടെങ്കിൽ കുട്ടികളത് കമ്പൽസറി ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ റോൾ മോഡലായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ജനറേഷനായിട്ട് പാരൻസിന് കിട്ടിയ സാധനങ്ങൾ ഒരു അഡമൻറ്റ് ക്യാരക്ടർ ഉണ്ടാവും, ഇതെൻ്റെ കുട്ടിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ കുട്ടിക്ക് കൊടുത്താൽ തന്നെ നമ്മൾ അതിന് സമയമൊക്കെ കണ്ടുവച്ചു എന്ന് വിചാരിക്കാം. കുട്ടിക്ക് കൊടുത്താൽ തന്നെ ആ കുട്ടി അത് റിസീവ് ചെയ്യണമെന്നില്ല, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി വേറെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ
ഈ പാരൻറ്റിങ് സംഭവങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ജനറേഷനിൽ അത് അത്യാവശ്യമാണോ എന്ന് നോക്കാം. അതല്ലെങ്കിൽ കുട്ടിക്ക് ഓവർ ബർഡൻ ആയിട്ട്, കാരണം ഈ ജനറേഷൻ ആർ ഷിഫ്റ്റിങ്. ഇപ്പൊ നമ്മളൊക്കെ ഫേസ് ചെയ്തിരിക്കുന്നൊരു, നമ്മൾ കൂൾ മമ്മൊക്കെ ആവാൻ നോക്കുന്നുണ്ട്, പക്ഷെ ചിലതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടില്ല. ദാറ്റ് മീൻസ് ജനറേഷൻ ഗ്യാപ്പാണ്. പക്ഷെ ആ ജനറേഷൻ ഗ്യാപ്പ് ശരിക്കും നമ്മൾ ഒരു പാരൻസിൻ്റെ അവെയർനെസ്, അതേപോലെ സ്കൂൾ എന്താ പറയുക വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടാവും നമ്മൾ സൈക്കോളജിസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അതിൽ പാരൻസിനും കുട്ടികളിലുമുള്ള കറക്റ്റ് വർക്ക്ഷോപ്സ് നമ്മൾ കൊടുക്കും. ഒന്നും വേണ്ട, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പാരൻറ്റിങ് സ്റ്റൈൽ ഇതറിയുമ്പോൾ തന്നെ ഓക്കെ, ഈ പാരൻറ്റിങ് സ്റ്റൈൽ ചെയ്യുന്നത് ഞാനാണ്. അപ്പം ഈ ഷിൽഫി ചോദിച്ച സെയിം സാധനം നമുക്കത് നമ്മുടെ അമ്മയുടെ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. നമ്മ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മ നല്ലതാണല്ലോ, അപ്പോൾ എൻ്റെ അമ്മ ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് ആണ്, ഈ സാധനം തന്നെ ഞാൻ തുടരണം. പിടികിട്ടിയോ? പക്ഷെ അത് നമ്മളുടെ ജനറേഷനും കൂടി അഡാപ്റ്റീവ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. മോർ ഓവർ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മമാരിൽ ഒരു കുറ്റബോധം, സിവിയർ ഗിൽറ്റ് ഫീലിംഗ്, അത് കുറേ ക്ലയൻസിൽ കാണുന്നുണ്ട്. അതെ, ആ കുറ്റബോധം ഓക്കെ, നമുക്ക് ടൈം ഉണ്ടായിട്ടും നമ്മളുടെ ഒരു കോൺഷ്യസ്നെസ്, നമ്മളുടെ പ്രസൻറ്റ് നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ ആ കുറ്റബോധത്തിന് കാരണമുണ്ട്. പക്ഷെ ഇത് ജോബിന് പോകണം, സർവൈവ് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കുന്നത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം, അതുപോലെ നമ്മുടെ ഫാമിലി ഉള്ള സമയം ക്വാളിറ്റി ടൈമിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഹാവ് അനദർ ഓപ്ഷൻ. ക്വാളിറ്റി ടൈമിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്കെ. അതല്ല, നമ്മളുടെ ജോബും കാര്യങ്ങളും കഴിഞ്ഞ് ഉള്ള ബാക്കിയുള്ള ഫ്രസ്ട്രേഷൻസ് മൊത്തം 10ൽ 8% ഇതുപോലെ വരുമ്പോഴാണ് കുട്ടികൾ അഡിക്ഷൻസ്, ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, ഇപ്പോൾ കുറേ കൊച്ചിയിൽ നമ്മുടെ കേരളമാകമാനം ഉണ്ടായ ന്യൂസസും കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പാരൻസും കുട്ടികളും ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇത് വല്ലതും സംഭവിക്കുമോ? ഇൻ കേസ് സംഭവിച്ചു എന്നിരിക്കട്ടെ, നമ്മുടെ കാരണവന്മാർ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെ ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷനിൽ സംഭവിച്ചു എന്നിരിക്കട്ടെ, വളരെ പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ വളരെ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ ഏത് വർക്ക്ഷോപ്പ്, ഏത് അഡിക്ഷൻ ആയാലും, എന്ത് നമ്മൾ ചെയ്താലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാരൻസും കുട്ടിയും തമ്മിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഒരു മിറാക്കിളും കുട്ടിയും ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, പാരൻസും ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. ആ വർക്ക്ഷോപ്പാണ് നമ്മളിപ്പോൾ വെക്കേഷനിൽ നമ്മൾ ഓൾറെഡി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. എല്ലാവരും അഡിക്ഷനിൽ ഡയറക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഡീപ്പ് റൂട്ടഡ് ആയിട്ട് നമ്മുടെ കുട്ടികളും അമ്മയും അച്ഛനും തമ്മിൽ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് ഇറ്റ്സ് നോട്ട് എ ടെമ്പററി, കാലാകാലത്തേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. അതിലാണ് നമ്മുടെ സൈക്കോ തെറാപ്പിയും ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ, നമ്മളൊക്കെ ഈ വയസ്സെത്തി അല്ലേ, അവരത്ര വയസ്സെത്തേണ്ട, ചിലപ്പോൾ 15 വയസ്സോ 16 വയസ്സോ 20 വയസ്സൊക്കെ ആയിരിക്കും, പെട്ടെന്ന് അവർക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് പാരൻസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും കുട്ടികളിൽ വർക്ക് ചെയ്യുമ്പോഴും കാലാകാലത്തേക്ക് അവർ തമ്മിലുള്ള കണക്ഷനായി. അത് തന്നെയാണ് നമ്മളൊരു ടെമ്പററി ഒരു 1-2 ദിവസത്തേക്ക് നോക്കാതെ നമ്മൾ 1 വീക്ക് കോഴ്സസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കുട്ടീനെ തന്നെ അഡിക്ഷൻ്റെ ഇതിനും മാത്രമല്ല, കരിയറിൽ കൺഫ്യൂഷൻസ്, ഐഡൻറ്റിറ്റി ക്രൈസിസ്, നമ്മളുടെ കേജിൽ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്തിരുന്നത്, അതിനൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ ഒരു 4 hour വെച്ചിട്ട് നമ്മൾ ആ പരിപാടി ആ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഡീപ്പ് റൂട്ടഡായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പല കപ്പിൾ കേസ് കാണുമ്പോഴും ഇപ്പൊ തിരക്കാണ്, എല്ലാവർക്കും ജോലി, ഇത് രണ്ടുപേരും കൂടി വർക്ക് ചെയ്യാതെ രക്ഷയുമില്ല, അതുപോലെയാണ്. പക്ഷെ കോപ്പിങ് സിസ്റ്റം, അതായത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും ഡ്രഗ്സ് ആയാലും ഇതൊക്കെ അവൈലബിളും ആണ്, രണ്ടും ഉണ്ട്, തിരക്കും ഉണ്ട്. എന്നാൽ എന്താ പറയുക, ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിലുള്ള കോപ്പിങ് സംഭവങ്ങൾ കൂടുതലുമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ചിലപ്പോൾ ഈ കപ്പിൾസിൽ ഒരാൾ അതായത് നെഗറ്റീവ് കുറേ സാധനങ്ങളുണ്ട്, ഭയങ്കര സ്ട്രെസ് ഉണ്ട്, സാധനങ്ങളുണ്ട്, പക്ഷെ പോകുന്ന വഴി വേറെ പോസിറ്റീവ് എന്ന് അവർ പറയുന്നു, എങ്കിലും അവർ തിരഞ്ഞെടുക്കുന്ന ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ഡ്രഗ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, വേറെ റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്ത് പോസിറ്റീവിലേക്ക് അവർ അങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രോബ്ലത്തിലേക്കല്ലേ വരുന്നത്? തീർച്ചയായിട്ടും, അതിൽ ഒരു സംശയമില്ല.
അത് നമ്മളുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, അഡൽട്ടും നമ്മളെപ്പോലെ അഡൽട്ടായിട്ടുള്ളവരും അതൊക്കെ ഒപ്പിക്കുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളിൽ അഡിക്ഷൻസും കാര്യങ്ങളും വരുന്ന സമയത്ത് എന്തായിരുന്നു ചോദിച്ചത്, പോയി ഡിസ്ട്രാക്ഷൻ വന്നു. സോഷ്യൽ മീഡിയ. ഓക്കെ, കുട്ടികളുടെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അവര് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ നമ്മൾ വെച്ച് കൊടുക്കണം. അവർക്ക് ഗെയിംസ് കളിക്കാനോ അവരെ ഫ്രണ്ട്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ ഇതിലൊക്കെ ഉണ്ടായിട്ടും അവർ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷേ ഇതിലൊന്നും ഒരു ഓപ്ഷൻ ആ കുട്ടിക്ക് ഇല്ല. നമ്മൾ പറയുന്നു, കുറേ പാരൻസിനെ കണ്ടിട്ടുണ്ട്, കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങാനോ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റിനോ ഒന്നുമുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. മൊബൈലും നോക്കാൻ പാടില്ല, ടി വിയും നോക്കാൻ പാടില്ല. അത് കുട്ടികളിൽ വയലൻസ് കൊണ്ടുവരും, അഗ്രഷൻ കൊണ്ടുവരും. അപ്പം നമ്മൾ പറയില്ലേ, പിടിച്ചാൽ കുട്ടികളെ മോൾഡ് ചെയ്യാൻ പറ്റാത്ത പാരൻസിന് നമ്മൾ ശരിക്കും അവാർഡ് കൊടുക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ജനറേഷൻ നമ്മളൊന്നും വളർത്തിയ പോലെയല്ല ഇപ്പോഴത്തെ വരുന്നത്. ഇനി അടുത്ത ജനറേഷൻ വരുന്നത് അതിനും എക്സ്ട്രീം ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാരൻസ് ആ ജനറേഷൻ അനുസരിച്ച് നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സ് അവരെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഡൾട്ടിൻ്റെയിലേക്ക് വരാം. അഡൾട്ടിൻ്റെയിൽ വരുമ്പോൾ എന്താ അവർ കാണിക്കുന്നത്, ആക്ച്വലി സോഷ്യൽ മീഡിയയിലും അവർക്ക് ധാരാളം കോപ്പിയിങ് മെക്കാനിസം ഹെൽത്തി ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ജിമ്മിന് പോകണമെങ്കിൽ ജിമ്മിന് പോവാം, അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ടെമ്പററി ഒരു സംഭവത്തിന് വേണ്ടി അവർ ചെയ്യണത് വലിയ വലിയ സിവിയർ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ സിവിയർ ഇഷ്യൂസ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഡിക്ഷൻസ് എടുക്കാം, അല്ലെങ്കിൽ അഫിയർ ആയിരിക്കാം, കോൺസിക്വൻസസ് ഭയങ്കരമായിട്ടുള്ളത്. അപ്പോൾ കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കറക്റ്റ് സോഷ്യലി അഡാപ്റ്റബിൾ ആയിട്ടുള്ളത് എടുക്കണം. തീർച്ചയായിട്ടും സോഷ്യലി അഡാപ്റ്റബിൾ അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഡൊപാമിൻ സ്പൈക്കും, അതുപോലെ തന്നെ ഓക്സിറ്റോസിനേക്കാളും കൂടുതൽ ഡൊപാമിനായിരിക്കും അടിച്ചു കയറുക. അതായത് നമ്മൾ പറഞ്ഞ പോലെ ദാ വന്നു ദാ പോയി. സെറട്ടോണിൻ ആണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും എക്സസൈസ് ചെയ്തിട്ടും ഒക്കെ എടുക്കുന്ന സാധനമാണ്. പക്ഷെ ഡൊപാമിൻ ഈ അഡിക്ഷൻ്റെ പിന്നാലെ പോകുന്നത് എപ്പോഴും ഡൊപാമിൻ്റെ സീക്ക് ചെയ്ത് പോകുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു ഈ പറഞ്ഞ പോലെ ന്യൂറോ ട്രാൻസ്മിഷൻ ഇല്യൂഷനാണ് അവിടെ സംഭവിക്കുന്നത്. എല്ലാ കെമിക്കലിൻ്റെയും ഒരു സംഭവം ആദ്യം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് വരും, അത് കഴിഞ്ഞ് കുറഞ്ഞു വരും, പിന്നെ നമ്മൾ എന്തൊക്കെയോ ഒരു അഡിക്ഷൻ പോലെ കാണിച്ചു കൂട്ടും. നമ്മളിപ്പം കുട്ടികളെ പലരെയും കാണുമ്പം അവർക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, നോ പറഞ്ഞാൽ കൊള്ളാം എന്നൊക്കെയുണ്ട്. പക്ഷേ അവർക്കത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് അപ്പം ചെറിയൊരു കാര്യമായിരിക്കും, അവരെ ലിസൺ ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്കായിരിക്കും ഒരു റിലേഷനോ ഫ്രണ്ട്ഷിപ്പെന്നോ ഒക്കെ പറഞ്ഞവർ തുടങ്ങുന്നതായിരിക്കും. അവർക്ക് പല കാര്യങ്ങളും നോ പറയണമെന്നുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. അതെന്തായിരിക്കും? അത് പീപ്പിൾ പ്ലീസിങ് ട്രൈറ്റ് ആയിട്ട് എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈലാണെങ്കിൽ അവർക്ക് നോ പറയാൻ പറ്റില്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് അനുസരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിൽ നല്ലത് പൊട്ട എന്നുള്ളത് ഇപ്പോൾ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ട്രെൻഡാണ്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ടോക്സിക് പോസിറ്റിവിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്, ജോബിൽ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഉണ്ട്, എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. എക്സാമിന് നമ്മൾ തലയും കുത്തി മറിഞ്ഞിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നോളജ്, ഈവൻ ദോ നമ്മൾ എക്സാമിൽ തോറ്റാൽ പോലും നമുക്ക് അത്രയും ഇൻഫോർമേഷൻ കയറിയിട്ടുണ്ട്. പക്ഷെ അത് തരുന്നത് എന്താ, സ്ട്രെസ്സാണ് തരുന്നത്. വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും പോസിറ്റീവായിട്ട്, ഏത് പ്രശ്നത്തിനെയും നെഗറ്റീവായിട്ടുള്ളതും ആ ഇമോഷൻസ് ഇപ്പോഴത്തെ ജനറേഷനിൽ കാണുന്നൊരു സാധനമാണ്. ഐ ആം സോ പോസിറ്റീവ്, എനിക്ക് ഒന്നും ഏറ്റിട്ടില്ല, ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, അതുണ്ടായത് വിഷയമേ അല്ല എനിക്ക്. അതിലുണ്ടായ റിജക്ഷൻ, അതിലുണ്ടായ സാഡ്നെസ്, പ്ലീസ് അഡ്രസ് ഇറ്റ് ആൻഡ് അക്നോളജ് ഇറ്റ്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ടെമ്പററി ആയിട്ട് നമ്മൾ ഈ ഇമോഷൻ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കളയും. 5-6 കൊല്ലം 8 വർഷം കഴിയുമ്പോണ്ടല്ലോ ഇത് ഈ ബോംബ് പൊട്ടുന്ന പോലെ ഒരൊറ്റ പൊട്ടൽ. ചോദിച്ചു കഴിഞ്ഞാൽ തെറാപ്പിക്ക് വന്ന ഒന്നും പറയാനില്ല, കരച്ചിൽ. കരയണത് പിന്നെയും നല്ലൊരു സാധനമാണ്, റിയാക്ഷൻ വരുന്നുണ്ട്. ചിലർ വന്നിട്ട് ഇങ്ങനെ നമ്മ പോലെ ആയിരിക്കും. ഇമോഷൻസ് സപ്രസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഈവൻ മെൻ്റലി സൈക്കോളജിക്കൽ മാത്രമല്ല, ഫിസിയോളജിക്കലി പെയിൻ, സൈക്കോസൊമാറ്റിക് പോലെ അൺനോൺ പെയിൻ, ബോഡി മൊത്തം, വയറിന് പ്രശ്നം, ഷോൾഡറിന് പ്രശ്നം, അത് ട്രീറ്റ് ചെയ്യേണ്ടത് അൺനോൺ ആണ്. മെഡിക്കൽ ഇവാലുവേഷനിലൊന്നും ആ സാധനം ഉണ്ടാവില്ല. സോ ഇത് എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് കണ്ടോ. അപ്പോൾ ടോക്സിക് പോസിറ്റീവ് എന്ന് വെച്ചാൽ എല്ലാതും പൊട്ടയല്ല, ബട്ട്
മനുഷ്യർ ഒന്നിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വി ഷുഡ് ഗെറ്റ് സംതിങ് ബാക്ക്. അതല്ലെങ്കിൽ എത്ര നമ്മൾ ഓപ്പൺ ആണ്, നമ്മൾ എത്ര സർവീസ് കൊടുക്കണു, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒന്നൊരു കാര്യമില്ല. നമ്മുടെ ബ്രെയിൻ എന്താ പറയുക, നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് നമ്മളെ ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ തിരിച്ച് സ്നേഹിച്ചില്ല, കാര്യങ്ങളാക്കിയില്ല, ഞാൻ ഇത്രയും പണിയെടുത്ത് കൊടുത്തിട്ട് എനിക്ക് അത് ഓക്കെ, ഞാൻ ഇത്രയും ഒരു വർക്കിൽ അറിയാത്ത കുട്ടീനെ ഞാൻ ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് എനിക്കത് തിരിച്ച് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ തിരിച്ച് കിട്ടിയില്ല എന്നല്ല പറയാ, അവർ വേറെ എന്തെങ്കിലുമൊക്കെ റീസൺസ് പറയും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ബാക്കിലേക്ക്. അപ്പോൾ ടോക്സിക് പോസിറ്റിവിറ്റിയുടെ റിസൾട്ടിൻ്റെയും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സം റിസൾട്ട് ആർ ഗെറ്റിംഗ്, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷേ വേറെ പാട്ടെന്ന് പറഞ്ഞാൽ പൊട്ടാണെന്നും, ദേഷ്യം വരേണ്ടടുത്ത് ദേഷ്യമാണെന്നും, സങ്കടം വരേണ്ടടുത്ത് സങ്കടമാണെന്നും, ഷെയിം ആയോടത്ത് നാണം കിട്ടുമെന്ന് തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, അപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും നല്ല ക്ലാരിറ്റി വരും.